ഹലോ, വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. ഞാനും എൻ്റെ ആളും ഇന്ന് ഞങ്ങൾ ഷെനൻഡോവ നാഷണൽ പാർക്കിൽ പോവാം. ഞങ്ങൾ രണ്ടും തനിച്ചാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടും ദുരൂഹമായ ഷെനൻഡോവ നാഷണൽ പാർക്കിലേക്ക് പോകുന്നു. ഈ നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് വിർജീനിയ സ്റ്റേറ്റിലാണ്. ഞങ്ങളിവിടെ മേരിലാൻഡിൽ നിന്ന് ഏകദേശം 2 hours എടുത്തിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രെഡറിക് എന്നൊരു ബോർഡ് കണ്ടു കാണും. അത് അമേരിക്കൻ സിവിൽ വാർ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. അംബാസഡർ പോലൊരു ട്രാൻസ്ഫോമർ വരുന്നു. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോട്ടോമാക് റിവർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വെസ്റ്റ് വിർജീനിയയിൽ കയറുന്നത്. ഇത് DC വഴി ഒഴുകുന്നൊരു റിവറാണ്. അതുപോലെ തന്നെ മെരിലാൻഡിൻ്റെയും വിർജീനിയയുടെയും ബോർഡർ രേഖപ്പെടുത്തുന്ന ഒരു നദി കൂടിയാണ്. അങ്ങനെ നമ്മൾ ഡബ്ലിനിൽ എത്തിയിരിക്കുന്നു. ചാൾസ് ടൗൺ എന്ന് പറഞ്ഞൊരു സ്ഥലം ഡബ്ലിനിലും ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒരു സ്റ്റാർബക്സിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് വല്ലാതെ ദാഹിച്ചു. ഏറ്റവും ചെറുത് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു വണ്ടിയിൽ. എന്നിട്ട് എൻ്റെ മുടിയൊക്കെ കണ്ടാൽ ഞാൻ ഉരുണ്ടോണ്ടിരിക്കുമായിരുന്നു. ഒരു ലാൻഡ് റോവർ കിടക്കുന്നു. Variable Pike. Now 46 minutes more. അടുത്ത 46 മിനിറ്റ് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ കടന്നിട്ടാണ് പോയത്. അങ്ങനെ ഓൺ ദ വേയിൽ എഡിൻബ്ര എന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു UK എന്നുള്ളത്. അങ്ങനെ UK അയർലൻഡിലും ഉള്ള ഒരുപാട് സ്ഥലങ്ങളുടെ പേര് ഇവിടെയുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഷെനൻഡോവ കാവേൺസ് എത്തി ഉടനെ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനാണ് പോയത്. കാരണം ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. This is grandfather beard. അപ്പൂപ്പൻ താടി. നല്ല പ്ലേസ് ആണല്ലോ. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സ്വാദിഷ്ടമായ പൊതിച്ചോൾ ഉണ്ടായിരുന്നോ? മീൻ വറുത്തത്, മഷ്റൂം തോരൻ, അച്ചാർ. വിശപ്പിൻ്റെ വിളി കാരണം തുടങ്ങിയതും തീർന്നതും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഷെനൻഡോവ കാവേൺസിൻ്റെ എൻട്രൻസിലോട്ടാണ് പോയത്. അവിടെ കേവ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ട്. $60 അത് പ്രേതാലയോ? ഓരോ പർട്ടിക്കുലർ ടൈമിലായിട്ടാണ് നമ്മളെ കേവ് കാണാനായിട്ട് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നേരത്ത് തൊട്ടടുത്തുള്ള അമേരിക്കൻ സെലിബ്രേഷൻ ഓൺ പരേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ കാണാനായിട്ട് നമുക്ക് പോകാൻ പറ്റും. അവിടെ പണ്ട് കാലങ്ങളിൽ പരേഡിൽ ഉപയോഗിച്ചിരുന്ന ഫ്ലോട്ട്സിൻ്റെ മിനി മോഡൽസ് ഒക്കെയാണ് ഉള്ളത്. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഭാഗം നെക്സ്റ്റ് റീലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.